അർദ്ധരാത്രി പിന്നിട്ടിരുന്നു. കോഴിക്കോട് നഗരം ലോകകപ്പ് ഫൈനലിന്റെ ആരവത്തിലായിരുന്നു. ജേഴ്സി അണിഞ്ഞ് ആർപ്പുവിളികളുമായി ഗാലറിയിലുള്ളവരുടെ കൂട്ടത്തിൽ വലിയ പെൺപടയുണ്ട്. ഇഷ്ടപ്പെട്ട ടീമിന്റെ വിജയത്തിനായി തൊണ്ട പൊട്ടി ആർപ്പുവിളിക്കുന്നു. സ്പെയിൻ ഗോൾ മഴയിൽ നനയുമ്പോൾ ആവേശത്തോടെ ചാടി എഴുന്നേറ്റ് അവർ പരിസരം മറന്ന് ഡാൻസിൽ മുഴുകി. മറ്റു ചിലരാകട്ടെ അർജന്റീനയുടെ തോൽവിയിൽ അപരിചിതരോട് തട്ടിക്കയറി. മറ്റൊരാൾ ജയത്തിന്റെ റീൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന തിരക്കിലും. എന്നാൽ കുറച്ചുപേർ മത്സരം കഴിഞ്ഞ ഉടനെ തൊട്ടടുത്തുള്ള കഫേയിൽ കയറി നല്ലൊരു ചൂട് ചായയ്ക്ക് ഓർഡറും നൽകി. ഇടയ്ക്ക് എപ്പോഴോ അമ്മയുടെ ഫോൺ. വീട്ടിൽ നിന്നാണ്. എവിടെ എത്തി? ദാ മത്സരം കാണുകയാണ്, കഴിഞ്ഞിട്ടില്ല. ശരി, ശ്രദ്ധിച്ചു വരണേ. അത്രയേ ഉള്ളൂ. ഒരു കാലത്ത് ഇത്ര ലളിതമായിരുന്നില്ല മലയാളി പെൺകുട്ടികളുടെ രാത്രി. നേരം ഇരുട്ടി വീട്ടിൽ കയറിയാൽ 100 ചോദ്യങ്ങളുടെ ശരമുനകൾ നീളും. എവിടെയായിരുന്നു? ആരുടെ കൂടെയായിരുന്നു? എന്തിനാണ് ഇത്ര വൈകിയത്? ആൺകുട്ടിയെങ്ങാനും കൂടെയുണ്ടെന്നറിഞ്ഞാൽ ദാ തീർന്നു. പിന്നെ പൊട്ടലും ചീറ്റലും. കുടുംബത്തിന്റെ മാനം കളഞ്ഞവളായി. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം മാറി. ജെൻ ആൽഫ ജെൻസികളുടെ സ്വാതന്ത്ര്യം വലിയ പ്രഖ്യാപനങ്ങളുടേതല്ല, ചെറിയ ചെറിയ തിരഞ്ഞെടുപ്പുകളുടേതാണ്. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവുക, കൂട്ടുകാർക്കൊപ്പം അർദ്ധരാത്രി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുക, ഒറ്റയ്ക്ക് ട്രക്കിങ്ങിന് പോവുക, ജോലി കഴിഞ്ഞ് രാത്രി വൈകി വീട്ടിലേക്ക് മടങ്ങുക. ഇന്ന് ഇതൊക്കെയാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ മുഖങ്ങൾ. ഡിജിറ്റലിനൊപ്പം വളർന്ന ജെൻ ആൽഫ ജെൻസി കുട്ടികൾ എന്തും തുറന്നു പറയും. സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയുമെല്ലാം ജീവിതത്തിന്റെ ഭാഗമായ അവർ ലോകം കാണുന്നത് വേറെ തരത്തിലാണ്. ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കാൻ മുന്നിട്ടിറങ്ങുന്നു. ഇഷ്ടങ്ങൾ എന്തായാലും അഭിമാനത്തോടെ തുറന്നു പറയുന്ന പെൺപട. ഒരിക്കൽ സുരക്ഷിതമായ അതിരുകൾക്കുള്ളിൽ ജീവിക്കാൻ പഠിപ്പിച്ചവർ ഇന്ന് അതിരുകൾ ഭേദിച്ച് ലോകം കാണുന്നു. യാത്രകൾ ചെയ്യുന്നു, പുതിയ അനുഭവങ്ങൾ തേടുന്നു. സ്വന്തം അഭിപ്രായങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉറക്കെ പറയുന്നു. ആൾക്കാർ എന്ത് പറയും എന്ന ചോദ്യത്തിൽ നിന്ന് എനിക്കെന്താണ് സന്തോഷം നൽകുന്നത് എന്ന ചിന്തയിലേക്ക് ഇന്നത്തെ ജെൻ ആൽഫ ജെൻസി പെൺകുട്ടികൾ നടന്നെത്തി. ജോലി അവർക്ക് ശമ്പളം മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന്റെ അടയാളം കൂടിയാണ്. യാത്ര വിനോദമല്ല, ലോകത്തെയും സ്വാതന്ത്ര്യത്തെയും തിരിച്ചറിയാനുള്ള വഴിയാണ്. ഫാഷൻ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ളതല്ല, വ്യക്തിത്വം പ്രകടിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഓവർ സൈസ് ഹൂഡികളും അലങ്കോലമായി കെട്ടിയ ബൺ ഹെയറും മേക്കപ്പ് ഇല്ലാത്ത മുഖം പോലും ഇന്ന് ആത്മവിശ്വാസത്തിന്റെ ഭാഷയാകുന്നത്. പെൺകുട്ടികൾ മാത്രമുള്ള യാത്ര ഇപ്പോൾ പുതിയ കാര്യമല്ല. ഇന്ന് കോളേജ് സുഹൃത്തുക്കളോടൊപ്പം മൂന്നാറിലേക്കും വയനാട്ടിലേക്കും ഗോകർണയിലേക്കും ഹംപിയിലേക്കും ഒക്കെ പോകുന്ന പെൺകുട്ടികൾ നമുക്ക് മുന്നിലുണ്ട്. ഒരു ബാക്ക് പാക്ക് മാത്രം ചുമന്ന് സോളോ ട്രിപ്പിന് ഇറങ്ങുന്നവരും ഒറ്റയ്ക്ക് കാറിലും ബുള്ളറ്റിലും കറങ്ങുന്നതും ലോകം കാണാനല്ല, സ്വയം തിരിച്ചറിയാനാണ്. ജീവിതശൈലിയിലും വലിയ മാറ്റങ്ങൾ ഇക്കൂട്ടർക്ക് ഉണ്ടായിട്ടുണ്ട്. ആർഭാടങ്ങളെക്കാൾ അനുഭവങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നത്. വില കൂടിയ ആഭരണങ്ങളോ ബ്രാൻഡഡ് ബാഗുകളോ അവർക്ക് ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാമിലെ ഫിൽട്ടറുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം ചർമ്മത്തിലെ കുരുക്കളും പാടുകളും ജീവിതത്തിലെ പരാജയങ്ങളും തുറന്നു കാണിക്കുന്നതാണ്. മനസ്സിലെ വിഷമങ്ങൾ തുറന്നു പറയാനും ഇവർക്ക് മടിയില്ല. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലും പ്രൊഫഷണൽ സഹായം തേടുന്നതിലും മുൻപന്തിയിൽ നിൽക്കുന്നത് ജെൻസിയാണ്. ഇതവരെ കൂടുതൽ എംപത്തറ്റിക് അഥവാ സഹാനുഭൂതിയുള്ളവരാക്കുന്നു. പെൺകുട്ടികൾ പല വിഷയങ്ങളിലും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരായി. ജെൻസി പുലർത്തുന്ന നിലപാടുകൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു. തങ്ങളുടെ മൂല്യങ്ങളുമായി ഒത്തുപോകാത്ത കമ്പനികളിൽ ജോലി ചെയ്യാനോ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനോ പോലും ജെൻസി തയ്യാറല്ലെന്ന് പഠനങ്ങൾ പറയുന്നു. രാജ്യതലസ്ഥാനത്തെ വിറപ്പിച്ച ജെൻസി സമരത്തിൽ കൃത്യതയോടെ നിലപാടുകൾ പറയുന്ന പെൺകുട്ടികളെയും നമ്മൾ കണ്ടു. ഒരു കാലത്ത് മകളെ സംരക്ഷിക്കാൻ ചുറ്റും മതിലുകൾ പണിതു തീർത്തവർ ഇന്ന് ജനാലകൾ തുറന്നിടുന്നതും ശ്രദ്ധേയമാണ്. നിയന്ത്രണങ്ങൾ അവസാനിച്ചിട്ടില്ല, പക്ഷേ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. തങ്ങളുടെ കാലത്ത് സാമ്പത്തിക പരിമിതികളും സാമൂഹിക സാഹചര്യങ്ങളും കാരണം ചെയ്യാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും മക്കളിലൂടെ സാക്ഷാത്കരിക്കുകയാണ് ഇവർ. ഞങ്ങൾക്ക് സാധിക്കാത്തത് നീ ചെയ്യണം എന്ന പ്രോത്സാഹനമാണ് ഇന്ന് പല വീടുകളിലും കേൾക്കുന്നത്. ട്രക്കിംഗ്, സോളോ ട്രാവൽ, വിദേശ പഠനം, സ്പോർട്സ്, സംഗീതം, സംരംഭകത്വം, ഏത് മേഖലയിലേക്കും പെൺമക്കളെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ എണ്ണവും കൂടുന്നു. നിനക്ക് പറ്റില്ല എന്നത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യ് എന്നാകുമ്പോൾ, പോകരുത് എന്നത് ശ്രദ്ധിച്ചു പോകൂ എന്നാകുമ്പോൾ ഒരു തലമുറ മാത്രമല്ല, വിശ്വാസത്തിൽ കെട്ടിപ്പടുക്കുന്ന ഒരു സമൂഹം കൂടിയാണ് വളരുന്നത്. ജെൻസിയുടെയും ജെൻ ആൽഫയുടെയും വിവാഹ കാര്യങ്ങളും സ്പെഷ്യലാണ്. പഠനം കഴിഞ്ഞാലുടൻ വിവാഹം എന്ന ചിന്തയ്ക്ക് പകരം
സ്വന്തം കരിയറും വ്യക്തിത്വവും സാമ്പത്തിക സ്വാതന്ത്ര്യവും കെട്ടിപ്പടുക്കാനാണ് ആദ്യം അവർ ശ്രമിക്കുന്നത്. ആദ്യം ജോലി, പിന്നെ വിവാഹം എന്ന നിലപാട് സ്വീകരിക്കുന്നതിനൊപ്പം വിവാഹമേ വേണ്ടെന്ന് വയ്ക്കുന്ന പെൺകുട്ടികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. വിവാഹപ്രായവും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന രീതിയിലും മാറ്റമുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിലും ഈ മാറ്റം വ്യക്തമാണ്. സർക്കാർ ജോലിയുള്ള ചെക്കൻ വേണം, നല്ല ശമ്പളമുള്ള വരൻ വേണം എന്നായിരുന്നു കുടുംബങ്ങളുടെ പ്രധാന ചർച്ചയെങ്കിൽ ഇന്ന് പല പെൺകുട്ടികളും തുറന്നു പറയുന്നത് മറ്റൊന്നാണ്. സ്വന്തമായി നല്ല ജോലിയുണ്ട്, അതുകൊണ്ട് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശമ്പളം മാത്രമല്ല ഞാൻ നോക്കുക, എന്നെ ബഹുമാനിക്കുന്ന ആളാണോ, എൻ്റെ സ്വപ്നങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ആളാണോ, ഒരുമിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ തയ്യാറാണോ എന്നതാണ് പ്രധാനം. സോഷ്യൽ മീഡിയയിൽ സുഹൃത്തുക്കളുടെ കൂട്ടായ്മകളിലും എല്ലാം ഇത്തരം അഭിപ്രായങ്ങൾ ഇന്ന് സർവ്വസാധാരണമാണ്. ഒപ്പം മറ്റൊരു ചർച്ചയും, അവന് ജോലിയില്ലെങ്കിൽ എന്താ, ഞാൻ നോക്കുമല്ലോ, എൻ്റെ ശമ്പളം കൊണ്ടും ഒരു കുടുംബം മുന്നോട്ട് പോകും. അടുത്തിടെ ഒരു റിയാലിറ്റി ഷോയിലെ താരമായ ഒരു പെൺകുട്ടിയുടെ പ്രസ്താവന സകല മാമൂലുകളെയും തകർക്കുന്നതായിരുന്നു. ഇതൊന്നും പുരുഷന്മാരെ ചെറുതായി കാണുന്ന സമീപനമായിട്ട് കാണേണ്ട കാര്യമില്ല. സാമ്പത്തിക ഉത്തരവാദിത്വം ഇനി പുരുഷന്റെ മാത്രം ബാധ്യതയല്ലെന്നും കുടുംബജീവിതം രണ്ടുപേരുടെയും പങ്കാളിത്തമാണെന്നും വിശ്വസിക്കുന്ന പുതിയ തലമുറയുടെ കാഴ്ചപ്പാടാണ്. ഈ മാറ്റത്തിന്റെ മറ്റൊരു മുഖവും കാണാതിരിക്കാനാവില്ല. കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ അവസരങ്ങളും ലഭിക്കുമ്പോൾ ജെൻസി പെൺപിള്ളേർ തെറ്റായ വഴികളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ലഹരി മരുന്നുകളുടെ ഉപയോഗവും വിതരണ ശൃംഖലകളും ഓൺലൈൻ ചൂഷണങ്ങളും തെറ്റായ സൗഹൃദങ്ങളും എളുപ്പം പണം സമ്പാദിക്കാനുള്ള മോഹവും ചിലരെ അപകടകരമായ കരങ്ങളിലേക്കൊക്കെ തള്ളിവിടുകയാണ്. സ്വാതന്ത്ര്യം എന്നത് എന്തും ചെയ്യാനുള്ള അവകാശമാണെന്ന തെറ്റിദ്ധാരണ ഓൺലൈൻ അറിവുകളും തെറ്റായ ജീവിതത്തിലേക്കും എല്ലാം ഇവരെ നയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ലഹരി കേസുകളിൽ പെൺകുട്ടികൾ പ്രതികളാകുന്നതിൻ്റെ എണ്ണവും ഉയരുകയാണ്. അമ്മയെ ആക്രമിച്ച മകളും വഴിയിൽ തല്ലുണ്ടാക്കുന്ന പെൺകുട്ടികളുമൊക്കെ പുതിയ സംഭവം അല്ലാതായി മാറിയിട്ടുണ്ട്. കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അതിനൊപ്പമുള്ള ഉത്തരവാദിത്വവും ജീവിതബോധവും എത്ര പ്രധാനമെന്ന് കൂടി ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നത് അവരെ കൈവിട്ട് കളയുക എന്നതല്ല, അവരുടെ സുഹൃത്തായിരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ആവശ്യമുള്ളപ്പോൾ കൈപിടിച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് രക്ഷിതാക്കളുടെ ഒരു കടമയും ഉത്തരവാദിത്വവും ഒക്കെയാണ്. സ്വാതന്ത്ര്യം എന്നത് അതിരുകളില്ലാത്ത ജീവിതമല്ല, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പക്വതയാണ്. രാത്രി വൈകി പുറത്തിറങ്ങാനും കൂട്ടുകാരുമൊത്ത് യാത്ര പോകാനും സോളോ ട്രിപ്പുകൾ നടത്താനും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം തിരഞ്ഞെടുക്കാനുമുള്ള അവകാശത്തിനൊപ്പം തെറ്റിനെ തിരിച്ചറിയാൻ കൂടി കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന വാക്കിന് കൂടുതൽ ഭംഗിയുണ്ടാവുക. ഇത് പെണ്ണിന് മാത്രമല്ല ആണിനും ബാധകമായിട്ടുള്ള കാര്യമാണ്.